നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച ചില കാര്യങ്ങൾ അത് പശ്ചിമേഷ്യയിൽ വീണ്ടും ഭീതി വിതയ്ക്കുന്ന സാഹചര്യങ്ങൾക്ക് തന്നെയാണ് വഴിയൊരുക്കുന്നത്. ഒരു ഭാഗത്ത് ഹമാസ് തങ്ങളുടെ എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും അവസാനിപ്പിച്ച് ഇസ്രയേലിന് മുന്നിൽ മുട്ടുമടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, ഹിസ്ബുള്ളയുടെ വേരറുത്ത നടപടി ഇസ്രയേൽ നടത്തി വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ, മറുഭാഗത്ത് മറ്റൊരിടത്ത് സിറിയയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും അധികം അങ്കലാപ്പ് സൃഷ്ടിക്കുന്നത്. സിറിയയിൽ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസമുണ്ടായ അതിഭീകരമായ ബോംബാക്രമണം അവരുടെ ആയുധപ്പുര മുഴുവൻ കത്തിച്ച് ഇതിനേറെ പറയുന്നു ഭൂകമ്പ തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭീകരാക്രമണമായി തന്നെ മാറിയിരിക്കുന്നു. റിക്ടർ സ്കെയിലിൽ തീവ്രത 3 രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് നിലവിൽ റിപ്പോർട്ടുകൾ തന്നെ പുറത്തു വരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശക്തിയേറിയ ബോംബാക്രമണത്തിന്റെ വ്യാപ്തി തിരിച്ചറിയാനായിട്ടുള്ള സൂചനകൾ പുറത്തുവരുന്ന ഘട്ടത്തിൽ തന്നെയാണ് മറുഭാഗത്ത് ഇസ്രയേലിന് നേർക്ക് ഹൂതി വിമതരുടെ ഒരാക്രമണം ഉണ്ടാകുന്നുവെന്നും ഹൈപ്പർസോണിക് ബലിസ്റ്റിക് മിസൈലുകൾ അടക്കം തൊടുത്തുവിട്ടു എന്നുകൂടി റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. ടാർട്ടസിലെ ആയുധപുരയിലെ സ്ഫോടനം ഏകദേശം 820 കിലോമീറ്റർ അകലെ തുർക്കിയിലെ ഇസ്നിങ്ങിലുള്ള മാഗ്നോമീറ്റർ സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയെന്നാണ് ഒരു സ്വതന്ത്ര ഗവേഷകൻ റിച്ചാർഡ് കൊഡാരോ എക്സ് പോസ്റ്റിലൂടെ കുറിച്ചിരിക്കുന്നത്. ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഭൂകമ്പ തീവ്രത എത്ര എന്നുള്ളത് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് 3 രേഖപ്പെടുത്തിയിട്ടുണ്ട് യൂണിറ്റ്. ഒരു കനത്ത ആക്രമണം തന്നെയാണ് ഈ മേഖലയിൽ ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതിൻ്റെ ഏറ്റവും വലിയ വ്യാപ്തി തന്നെയാണ് ഇപ്പോൾ നമുക്ക് തുർക്കിയിൽ നിന്നും മനസ്സിലാക്കാനായി സാധിച്ചിരിക്കുന്നത്. സിറിയയിൽ ഉണ്ടായിരിക്കുന്ന ഈ ആക്രമണത്തിന്റെ ഏകദേശം ഒരു 12 വർഷത്തിന് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 2012 ശേഷം ഇസ്രയേൽ സിറിയയിൽ നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമായി തന്നെ ഇതിനെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. സൈനിക കേന്ദ്രങ്ങളെയും ആയുധശാലകളെയും ഒക്കെ തന്നെ, പ്രധാനമായും മിസൈൽ പ്രതിരോധ കേന്ദ്രങ്ങളെയും ഒക്കെ തന്നെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണം എന്നുള്ളത് ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. ആയുധങ്ങൾ ഒട്ടനവധി കേന്ദ്രങ്ങളിൽ സംഭരിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ തങ്ങൾക്ക് നേരെ നാളെ ഒരു സമയത്ത് എടുത്തു പ്രയോഗിക്കാനായി വിമതർ തയ്യാറാകുമോ എന്ന ഭയം തന്നെയായിരിക്കും, ആശങ്ക തന്നെയായിരിക്കും ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഇതൊക്കെ തന്നെ ഹിസ്ബുള്ളയുടെ കൈക്കൽ എത്തുമോ എന്നുള്ള ആശങ്കയും വർദ്ധിക്കുന്നുണ്ട്. ഇതൊക്കെ ലക്ഷ്യമിട്ട് തന്നെയാണ് ഇസ്രയേൽ ഈ ആക്രമണം നടത്തിയത്. സിറിയയുടെ ആധുനിക ആയുധങ്ങൾ ഹിസ്ബുള്ള അടക്കമുള്ള സായുധ സംഘങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ഇസ്രയേൽ നോക്കിക്കണ്ടു, മുൻകൂട്ടി കണ്ടു. അതനുസരിച്ച് തന്നെയാണ് ഈ ആക്രമണവും. സിറിയയിൽ വിമതർ സർക്കാർ രൂപീകരിച്ചതിന് ശേഷം ഇസ്രയേൽ ആക്രമണം ആരംഭിക്കുന്ന രീതിയിലേക്ക് പോവുകയായിരുന്നു. നേരത്തെ ഹിസ്ബുള്ളയ്ക്ക് നേർക്ക്, സിറിയയിൽ ഉണ്ടായിരുന്ന ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേർക്കായിരുന്നു ഈ ആക്രമണമെങ്കിൽ ഇപ്പോൾ അവരുടെ ശക്തി കേന്ദ്രങ്ങൾ മുഴുവൻ തകർക്കുന്ന രീതിയിൽ തന്നെയാണ് ആക്രമണം കനപ്പിക്കുന്നത്. അതേസമയം മറുഭാഗത്താണ് ഇസ്രയേലിനെതിരെ പടപൊരുതാനായി ഒരു കൂട്ടർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം കലങ്ങിത്തെളിയുമെന്നുള്ള പ്രത്യാശ ഉയരുന്നതിനിടയിൽ തന്നെയാണ് ഇത് അവസാനിക്കരുത് എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് യമനിലെ ഹൂതികൾ ആക്രമണം വർദ്ധിപ്പിച്ചത്. മധ്യ ഇസ്രയേലിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണമാണെന്നുള്ള റിപ്പോർട്ടാണ് നിലവിൽ രാജ്യാന്തര മാധ്യമങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ഇസ്രയേൽ സൈന്യം ഗാസയ്ക്കെതിരായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതുവരെ ഇസ്രയേലിനെതിരെ സൈനിക നടപടി ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഹൂതികൾ പറയുന്നത്. ഹമാസ് അടക്കം പലസ്തീനിലെ സൈനിക നടപടികൾ അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാനും ഒരു ഉടമ്പടിയിലെത്തി ബന്ദികളെ കൈമാറി ഇതെന്നേക്കുമായി അവസാനിപ്പിക്കാനുമുള്ള നീക്കത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈ യുദ്ധം അവസാനിപ്പിക്കരുത് എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ഹൂതികൾ വീണ്ടും ആക്രമണം തൊടുത്തുവിട്ടതെന്നാണ് ഒരു ഭാഗം ആളുകൾ ആരോപിക്കുന്നത്. പലസ്തീൻ 2 എന്ന ഹൈപ്പർസോണിക് ബലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇക്കാര്യം മറ്റാരുമല്ല വ്യക്തമാക്കുന്നത്, ഹൂതി സൈനിക വക്താവ് യഹിയ സാരി തന്നെയാണ് ഒരു ടെലിവിഷൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം എടുത്തു പറയുന്നത്. ഒരു വർഷത്തിലധികമായി ഗാസയിലെ 45,000-ത്തിലധികം ആളുകൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. ഈ ഇസ്രയേലിന്റെ കൂട്ടക്കൊലകൾക്കുള്ള മറുപടിയാണ് തങ്ങൾ ഇങ്ങനെ ആക്രമണത്തിലൂടെ നൽകുന്നതെന്നാണ് ഹൂതികൾ വ്യക്തമാക്കുന്നത്. ഈ ആക്രമണം ലക്ഷ്യം കണ്ടുവെന്നാണ് ഹൂതികൾ അവകാശപ്പെടുന്നത്. പക്ഷേ തങ്ങളുടെ രാജ്യത്ത് കടക്കുന്നതിന് മുൻപ് തന്നെ അതിനെ വെടിവെച്ചിട്ടു എന്ന് ഇസ്രയേൽ സൈന്യവും പറയുന്നുണ്ട്. തങ്ങളുടെ പ്രതിരോധ കവചം ഭേദിച്ച് അകത്തേക്ക് കടക്കാൻ ഹൂതികൾക്കെന്നല്ല ആർക്കും സാധിക്കില്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഇതിന് പിന്നാലെ ഇസ്രയേൽ നടത്തുകയാണ്. കഴിഞ്ഞ ആഴ്ച തന്നെ ടെൽ അവീവിനടുത്തുള്ള യാവ്നെ നഗരത്തിലെ ഒരു കെട്ടിടത്തിൽ യമൻ ഡ്രോൺ പതിച്ചതായിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ യമന്റെ ഭാഗത്തു നിന്നും ബലിസ്റ്റിക് മിസൈൽ ആക്രമണം കൂടി ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ട് ലഭിക്കുന്നത്. നവംബർ 27 ലെബനിൽ നിന്നും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇസ്രയേലിനെതിരെ കനത്ത ആക്രമണം വർദ്ധിപ്പിക്കുകയാണ് ഹൂതികൾ. അതായത് ഹിസ്ബുള്ളയും മറുഭാഗത്ത് ഹമാസും ഒതുങ്ങിയ സാഹചര്യം. ഇറാൻ ആകട്ടെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്ത ഒരു ഘട്ടം. ഇങ്ങനെ പോകുമ്പോഴാണ് ഹൂതികൾ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്നുള്ള സൂചന നൽകുന്നത്. ഇസ്രയേലിന് നേർക്ക് മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിക്കുന്നതിന് പുറമേ തന്നെ ഗാസയിലെ പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം എന്ന പേരിൽ ചെങ്കടലിലൂടെയും മറ്റും ഹൂതികൾ ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നുവെന്ന റിപ്പോർട്ടും ഇതിനോടൊപ്പം തന്നെ പുറത്തുവരികയാണ്.
ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.